ഹായ്, ഇത് മുരിങ്ങയിലയും പരിപ്പും വെച്ചിട്ടുള്ള ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സബോള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ പരിപ്പ് ഇത്രയാണ് ഈ ഒരു ഗ്ലാസ്സിൽ. സാധാരണ നോർമൽ ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ് അല്ല, സാധാരണ ഗ്ലാസ്. ഇനി ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയോ പൊടികളായി 3 പൊടികൾ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് മുരിങ്ങയിലയിൽ പൂവും കൂടി ഉണ്ട്, അതങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് ഒരു പിടി തന്നെ ഉള്ളൂ കേട്ടോ. ഇത്ര തന്നെ ആവശ്യമുള്ളൂ, ഒരുപാടായാലും നന്നായിരിക്കില്ല. അപ്പോൾ നമുക്ക് കുക്കർ എടുക്കാം. കുക്കറിലേക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഞാൻ വരാം. വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ എത്രാഴ്ച 3 സബോളയാണ് എടുത്തിരിക്കണേ, തക്കാളി എത്രയാണെന്നുള്ളതൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ല, കാരണം സമയം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിനി കുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് വാട്ടി നമ്മൾ അവസാനം കുത്തി കാച്ചുന്നത് പോലെ കാച്ചാണ് ചെയ്യണത് മുരിങ്ങയിലയും വെച്ചിട്ട്. അപ്പോൾ മുരിങ്ങയില, അപ്പോൾ മുളക് പൊടി ഇട്ട് മുരിങ്ങയില വാട്ടിയെടുക്കും. ആ സമയത്ത് ഞാൻ പറയാം കേട്ടോ ഞാൻ എത്ര കളവ് എടുത്തിരിക്കണേന്നുള്ളത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. നമുക്ക് എത്രയാണോ കറിക്ക് ഉപ്പ് ആവശ്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മിതക്കെ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. ഈ വെള്ളം ഒഴിച്ച് അടച്ച് ഒരു 3 വിസിൽ വരുത്തി എടുക്കുന്നുണ്ട്. 3 വിസിൽ, ഈ കുക്കറിൽ 3 വിസിൽ വന്നാൽ കറക്റ്റ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. പരിപ്പ് ഉടയുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. തുറക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ടെല്ലാം കൂടി കറക്റ്റ് നല്ലതിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കുഴമ്പ് വരുവിന്. ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഒത്തിരി ഇല്ല, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ. അതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി ഒരു 6 എണ്ണം നീളനെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ഇതൊന്ന് അത്ര ഭയങ്കര ഫ്രൈ ആവണ്ട, ഒന്ന് ഒരു ശാലോ ഫ്രൈ പോലെ ആയാൽ മതി. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ആയിരുന്നു കേട്ടോ. അത് ഓരോരുത്തരെയും കറിക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം നല്ല എരിവ് വേണം. ഇതപ്പോൾ ഇത്ര ഇടുമ്പോൾ തന്നെ ആ കാണുന്ന അളവിലേക്ക് നല്ല എരിവുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു പച്ചമണക്ക പോയി ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കണം. മുരിങ്ങയില ചേർത്തിട്ട് മുരിങ്ങയിലയും 2 മിനിറ്റ് ഒന്ന് വാടി വരണം നന്നായിട്ട്. അതിങ്ങനെ 2 മിനിറ്റ് നന്നായിട്ട് വാടും. പെട്ടെന്ന് വാടുന്ന സാധനമല്ല, ഒരുപാട് നേരമൊന്നും വേണ്ട, ഒന്ന് വാടും. അപ്പോൾ ആ പൂവ് കടക്കം തന്നെ ഇടാം. അപ്പോൾ പൂവൊന്നും നമ്മൾ പിന്നെ കറി കഴിക്കുമ്പോൾ ഒന്നും മനസ്സിലാവും കൂടി ഇല്ല കേട്ടോ അതിലുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, സബോള ഞാൻ മീഡിയം സൈസാണ് 2 സബോള എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് നമ്മുടെ സൗകര്യാനുസരണം അരിഞ്ഞെടുക്കാം പല വലിപ്പത്തിലും, കാരണം കുക്കറിലിട്ട് അടിക്കുമ്പോൾ അത് അറിയൊന്നുമില്ല എങ്ങനെയാണ് അരിഞ്ഞിരിക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോപ്പറിലിട്ട് 2 വലിച്ചെടുത്തിരിക്കുക ചെയ്യണേ. സബോളയും അതെ, തക്കാളിയും അതെ. തക്കാളി ഞാനൊരു 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 4 പച്ചമുളക് നടുകീറി വെച്ചിട്ടുണ്ടായിരുന്നു. 2 വെളുത്തുള്ളിയുടെ അല്ലി ഇടിക്കല്ലിട്ടൊന്ന് ചതച്ച് വെച്ചിരുന്നു. ഇത്രയും സാധനമാണ് നമ്മൾ കുക്കറിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പരിപ്പിനൊപ്പം. എന്നിട്ടാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എന്താ പറയുക 3 വിസിൽ വരുത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം കുക്കായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വില അങ്ങനെ ആക്കുമ്പോൾ ഒക്കെ നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊന്നും വേണ്ട, ഒന്ന് വാടിക്കഴിഞ്ഞാൽ ആയി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കുക്കറിലെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒഴിച്ച്, വെള്ളം ഇത്തിരി കുറവ് പോലെ തോന്നുന്നുണ്ട്, നല്ല കട്ടിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ. ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളം കുക്കറിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ചിറ്റിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാകത്തിന്, അത് നമ്മുടെ ഈ കറിയുടെ ഒരു തിക്നെസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ചിലർക്ക് നല്ല കുറുകിയ കറി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറുക്കിയെടുക്കും, കുറച്ച് വെള്ളം പോലെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ഇതാണ് നന്നായിട്ട് തോന്നാറ് പാകം. നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ടൊക്കെ ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു പാകം, ഇതാണ് എനിക്ക് നന്നായി തോന്നാറ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഇത്രയ്ക്ക് തന്നെ ആക്കുള്ളൂ. ഇനി നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മുടെ കറി സെറ്റാണ്. കറിയുടെ വെപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ ബൗളിലേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം. കാണാനും നല്ല ലുക്ക് തന്നെയാട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയാണ് ഇരിക്കണം കാണാനായിട്ട്. ഞാൻ ചോറിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. ചോറിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവരും കുക്ക് ചെയ്ത് നോക്കിയോളൂ, നോക്കും എന്നുള്ള പ്രതീക്ഷയിൽ. ബായ്.